ഗസ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച ശേഷവും ഫലസ്തീനിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. വെടിനിർത്തൽ പ്രഖ്യാപനം ആഘോഷിക്കുന്നതിനിടെയുണ്ടായ ആക്രമണത്തിൽ 30ഓളം പേർ കൊല്ലപ്പെട്ടു. ഞായറാഴ്ച മുതലാണ് ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരിക. ടി ദാവൂദ് മാനേജിംഗ് എഡിറ്റർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ദാവൂദ്, ഈ വെടിനിർത്തൽ കരാറിൽ അംഗീകരിക്കാൻ ഇസ്രായേൽ നിർബന്ധിതമാവാനുള്ള സാഹചര്യം എന്താണ്? ഒന്നാമത് അജിംസ്, വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ഇതുവരെ സാങ്കേതികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഖത്തറിലെ ദോഹയിൽ നടന്ന ചർച്ചയിൽ ഹമാസും ഇസ്രായേലും ഈ വെടിനിർത്തൽ കരാർ, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള മുജീബ് വിശദീകരിച്ച വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പരസ്പരം അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഔദ്യോഗികമായ അംഗീകാരം നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നടക്കുന്ന ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് അത് വോട്ടിനിട്ട് പാസ്സാക്കണം. അത് സാധ്യമാകാനാണ് സാധ്യത. നിശ്ചയമായിട്ടും അവിടെയുള്ള വലതുപക്ഷ പാർട്ടികൾ, ഇതാമിർ ബെൻഗിവിർ, അതേപോലെ ധനമന്ത്രിയായിട്ടുള്ള ബെസ്ലേൽ സ്മോട്രിഷ് എന്നിവർ ഈ നിലയ്ക്ക് ഇത് ഹമാസിനുള്ള കീഴടങ്ങലാണ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ വെടിനിർത്തൽ കരാർ, ഈ വ്യവസ്ഥകളടങ്ങിയ കരാറിനോട് അവർ എന്ത് സമീപനം ക്യാബിനറ്റിനകത്ത് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. പക്ഷേ അതേസമയം മറ്റു ചില പാർട്ടികളുടെ സഹായം, പിന്തുണ ഇദ്ദേഹം നെതന്യാഹു പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇസ്രായേലി ക്യാബിനറ്റ് കൂടി കഴിയണം. ഇനി അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യവസ്ഥ പ്രകാരം തന്നെ ഞായറാഴ്ച മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്, ഇൻഎഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ അതിനിടയിൽ തന്നെ നോക്കൂ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഗസയിൽ വലിയ തോതിൽ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗസയിലെ പല ഭാഗത്തും വലിയ തോതിൽ ആഹ്ലാദ പ്രകടനം നടക്കുമ്പോൾ തന്നെ ഇസ്രായേൽ അതിനെതിരെ ഗസയിലെ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ഈ പറഞ്ഞ ഈ അനൗൺസ്മെൻറ്റ്, രണ്ടു കൂട്ടരും ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചു എന്ന് പറയുന്ന അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം 30 ആളുകൾ ഗസയിൽ കൊല്ലപ്പെട്ടു നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് അത് ഇതുവരെ ഓഫാക്കിയിട്ടില്ല. ഒരു പക്ഷേ ഞായറാഴ്ചക്കകം പരമാവധി ആളുകളെ കൊല്ലുക എന്നുള്ളതും ഇസ്രായേലിൻ്റെ ആലോചനയായിരിക്കാം. കാരണം അവരുടെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ നിശ്ചയമായിട്ടും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം, സമാധാനകാംക്ഷികളെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായിട്ടുള്ള കാര്യമാണ്. അതേസമയം ഇതിനകത്ത് വലിയ റിസ്ക് ഫാക്ടറുകൾ, സന്നിഗ്ധതകൾ ധാരാളം കിടക്കുന്നുണ്ട്. അതായത് നെതന്യാഹുവിനെ സംബന്ധിച്ച് ആഭ്യന്തരമായി ഒരു വെടിനിർത്തലിലേക്ക് പോകുക എന്നുള്ള രാഷ്ട്രീയമായി തിരിച്ചടിയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവുമോ? നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം, നെതന്യാഹുവിനെന്നുള്ളതല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് സമ്പൂർണ്ണമായ തിരിച്ചടിയാണ്. നോക്കുക ജിംസ്, ഈ യുദ്ധം തുടങ്ങി 1.5 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഈ യുദ്ധം തുടങ്ങുമ്പോൾ എന്തായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്ന അവരുടെ ടാർഗറ്റുകൾ? മിലിറ്ററി ടാർഗറ്റുകളുണ്ട്, പൊളിറ്റിക്കൽ ടാർഗറ്റുകളുണ്ട്, രാഷ്ട്രീയവും സൈനികവുമായ ലക്ഷ്യങ്ങൾ. ഈ രാഷ്ട്രീയവും സൈനികവുമായ ലക്ഷ്യങ്ങളിൽ ഒരെണ്ണം പോലും നേടിയെടുക്കാൻ ഇസ്രായേലിന് ഈ 1.5 വർഷത്തിനിടയിൽ സാധിച്ചിട്ടില്ല എന്നൊരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? അനഹിലേഷൻ ഓഫ് ഹമാസ്, കംപ്ലീറ്റ് ഡെസ്ട്രക്ഷൻ ഓഫ് ഹമാസ്, ഹമാസിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നോക്കൂ, 1.5 വർഷത്തിന് ശേഷം അവർ ആരുമായിട്ടാണ് കരാറിലെത്തിയിരിക്കുന്നത്? അവർ 1.5 വർഷമായി ലോകത്ത് ഈ ഭൂമിയിൽ സാധ്യമായിട്ടുള്ള മുഴുവൻ മിലിറ്ററി ഹാർഡ്വെയറും മുഴുവൻ മിലിറ്ററി സോഫ്റ്റ്വെയറും ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ വൻ ശക്തികളുടെയും സമ്പൂർണ്ണ പിന്തുണയാൽ നടത്തിയ ഒരു യുദ്ധം, മനുഷ്യ സമുദായത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത സ്വഭാവത്തിൽ മാരകമായൊരു യുദ്ധം, മനുഷ്യഭാവനയിൽ സാധ്യമല്ലാത്ത സർവ്വക്രൂരതകളും എടുത്ത് ഉപയോഗിച്ച് നടത്തിയ ഒരു യുദ്ധം. ആ യുദ്ധം 1.5 വർഷം പിന്നിടുമ്പോൾ അവർ ആരോടാണോ യുദ്ധം ചെയ്തത്? അവർ യുദ്ധം ചെയ്ത അതേ ഹമാസ് എന്ന് പറയുന്ന അവർ ഭീകരവാദികളെന്ന് ലിസ്റ്റ് ചെയ്തിട്ടുള്ള, ക്ലാസിഫൈ ചെയ്തിട്ടുള്ള സംഘടനയുമായി അവർ ഒരു കരാറിലെത്തി എന്നുള്ളത് തന്നെ അത് ഒരു വലിയ പരാജയമാണ്. അത് നെതന്യാഹുവിൻ്റെ പരാജയം എന്ന് പറയുന്നത് അതൊരു തരം ചുരുക്കലായിരിക്കും. അത് ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൊളോണിയൽ എൻ്റർപ്രൈസിൻ്റെ പരാജയമാണ്. ആ നിലയ്ക്ക് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നേരത്തെ മുജീബ് വിശദീകരിച്ച 1ാം ഘട്ടമുണ്ട്, 2ാം ഘട്ടമുണ്ട്, 3ാം ഘട്ടമുണ്ട്. ഈ എല്ലാ ഘട്ടങ്ങളും എങ്ങനെയാണോ ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അതേ സ്വഭാവത്തിൽ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഹമാസിനെ സംബന്ധിച്ചത് ഒരു സ്ട്രാറ്റജിക് വിക്ടറി ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. കാരണം ഞങ്ങളെ തകർക്കാൻ വേണ്ടി, ഞങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ലോകത്തെ സർവ്വസജ്ജീകരണങ്ങളും എടുത്ത് 1.5 വർഷം യുദ്ധം ചെയ്ത ശേഷവും ഞങ്ങളുമായി ചർച്ച നടത്തുകയും ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തു എന്നുള്ളത് തന്നെ
ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ വലിയ പരാജയവുമാണ്. അപ്പോൾ ഇനി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രാഷ്ട്രീയമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഈ പ്രശ്നം അത് ലോക രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് തന്നെ ഇരിക്കും എന്നുള്ള ഒരു സംഗതി ആവർത്തിക്കപ്പെടുകയാണ്. ഫലസ്തീനെ മാറ്റി നിർത്തിക്കൊണ്ട് ലോക രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഫലസ്തീനെ അവഗണിച്ചുകൊണ്ട് ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ലോക രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഫലസ്തീൻ ഇപ്പോഴും സജീവമായി തന്നെ ഉണ്ട് എന്ന് സ്ഥാപിക്കുവാൻ ഈ എല്ലാ ആക്രമണങ്ങൾക്കും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ടതിന് ശേഷവും ഹമാസിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കപ്പെട്ടില്ലെങ്കിലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്ത്രപരമായ, രാഷ്ട്രീയമായ, സൈനികമായ വിജയം തന്നെയാണ്.